വന്നല്ലോ, അളിയൻ വന്നല്ലോ. ഫ്രാങ്കിലെ നമ്മളിത് എങ്ങോട്ടാണ് ഈ രാത്രി പോകുന്നേ? കുറെ നേരമായിട്ടാണല്ലോ ഓടുന്നേ. നമ്മുടെ വീട് ഇതുവരെ എത്തിയില്ലേ? ഇല്ലടാ, എത്തിയില്ല. ഇവിടുന്ന് കുറച്ചും കൂടെ ദൂരമില്ലേ. നമ്മൾ ഏതൊരു മലമണ്ട കുടുങ്ങിപ്പോയെന്ന് തോന്നുന്നു. ഗായ്സ്, ഞാനും ഷിൻചാനും കൂടെ രാവിലെ ഇറങ്ങിയതാ. അയ്യോ, നമ്മൾ മൈക്കിളിൻ്റെ വീട്ടിൽ പോയി, ട്രെവറിൻ്റെ വീട്ടിൽ പോയി, അവിടെ നിന്ന് ബീച്ചിൽ പോയി. ഗായ്സ്, എല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്ക് എടാ സമയം എത്രയാടാ നീ നോക്കിക്കേ. സമയം നീ കണ്ടില്ലേ? സമയം ശരിക്കും നോക്ക്, 10:46. ഞാനോർത്ത് അതിലും വൈകിന്ന്. അല്ല, വൈകിന്ന്. എടാ, ഞാനോർത്ത് നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു 12 മണിയൊക്കെ ആവും. പക്ഷേ 10:46 ആയതേ ഉള്ളൂ. പിന്നെ ഗായ്സ്, നമ്മൾ ഈ സൈഡിലൂടെ, എടാ ഷിൻചാനെ നിനക്കറിയാവോ, ഇതിലേ നടക്കുമ്പോൾ പണ്ടുണ്ടല്ലോ, ഇതാണ് ഇവിടുത്തെ സുമതി വളവ്. അയ്യോ, പറയണ്ടായിരുന്നു. എടാ ഷിൻചാനെ, അയ്യോ ഗായ്സ്, ഞങ്ങൾ ഏതോ വെള്ളത്തിൽ വീണ്. അയ്യോ, എടാ ഷിൻചാനെ കയറുവാടാ. ഗായ്സ്, അവനെ കാണുന്നില്ലല്ലോ. ഷിൻചാനെ, ഇതെന്തുവാ ഈ സൗണ്ട്? ദേഹം മുങ്ങിപ്പോന്ന്. ഷിൻചാനെ മുങ്ങിപ്പോണോ ഗായ്സ്? അയ്യോ, ചത്തില്ല, ഭാഗ്യം. നിന്നോട് ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോഴത്തേക്ക് ഓരോ പ്രേതകഥ എന്റെ കൈയും കാലും എല്ലാം മുറിഞ്ഞ് പ്രാണല്ലേ. അല്ല, അതുകൊണ്ട് നമ്മളിനി എങ്ങനെ വീട്ടിൽ പോകും? ശരിയാണല്ലോ, നമ്മളിനി എങ്ങനെ വീട്ടിൽ പോവും ഗായ്സ്? അയ്യോ, ഒറ്റ പ്രേതക്കഥ കൊണ്ട് നമ്മുടെ വണ്ടിയും പോയിതേ. വല്ല ഓട്ടോയും വിളിച്ചു പോവാ. ഓട്ടോയോ? ഇവിടെ ഓട്ടോ ഉണ്ടോ? എനിക്കറിയത്തില്ല, നമുക്കിവിടെ നിന്ന് നോക്കാം. പിന്നല്ലാതെ ഇവിടെ ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? എനിക്ക് പേടിയാ. നിക്ക്, ഞാൻ വണ്ടി ഒന്ന് ഇങ്ങോട്ട് എടുത്തു നോക്കട്ടെ. നീ അവിടെ തന്നെ നിൽക്ക്. ആ, അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞാൽ എൻ്റെ കൂടെ വന്നുള്ളൂ. നീ അവിടെ എങ്ങനെ പോയി നിൽക്കണ ഷിൻചാനെ? ഇവനോട് എവിടെ നിൽക്കാൻ പറഞ്ഞാലും ഈ ചെറുക്കൻ എൻ്റെ കൂടെ വരുമോ? മൈക്കിളിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ആക്കാനുള്ള സമയം കഴിഞ്ഞെന്ന് തോന്നുന്നു. ആ, അതങ്ങനെ ഒരു സാധനം. ഗൈസ്, വേറെ വഴിയൊന്നുമില്ല. നമുക്കിവിടെ വല്ല ഓട്ടോയോ കിട്ടുമോ നോക്കട്ടെ. ഷിൻചാനെ കയറി വേടാ. പിന്നെ ഞാൻ എന്നും കേറുന്നല്ലേ മല. ആ, മണ്ടേ കയറി പോയില്ലോ എന്നിട്ട്. ഗൈസ്, ഇവിടെ ഏതെങ്കിലും ഓട്ടോ വവ്വാലോ? അയ്യോ, ഇവിടെ മുഴുവൻ പായല. എനിക്ക് വയ്യ ഗൈസ്, മുഴുവൻ പായൽ പിടിച്ച് കിടക്കുക. എന്നിട്ട് ഇവിടെ മഴയൊന്നുമില്ല. ഇനി എവിടുന്ന് ഓട്ടോയെ പിടിച്ചേക്കും? ഈ വഴിയൊക്കെ ഓട്ടോ ഉണ്ടോ? ഞാൻ ചുമ്മാ ഒരു ഇതിന് പറഞ്ഞതാ ഗൈസ്. ഇവിടെ എൻ്റെ കാലം മുള്ളു കയറി. അതെന്താ സംഭവം ഗൈസ്? എന്നാലും എടാ ഷിൻചാനെ, എന്താണ് നമ്മൾ അന്നേരം കണ്ടേ? എനിക്കറിയത്തില്ല. നീ സുമതി വളവിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ദേ ഫാമിലിയിലേക്ക് ഞാൻ വിളിച്ചു, അല്ലാതെ എനിക്കൊന്നും അറിയത്തില്ല. ആ, ബെസ്റ്റ്. ഞാനത് പറഞ്ഞപ്പോൾ എന്തോ അസ്ഥികൂടം പോലത്തെ ഒരു സാധനം ഫ്രണ്ട് വന്നിരുന്നു ഗൈസ്. എനിക്കിപ്പോഴും പേടിയാവുന്നു. എടാ ഷിൻചാനെ, എൻ്റെ ഈ ഫോണും ഈ ടോർച്ചും മാത്രമേ ഉള്ളൂ കേട്ടോ. പൈസ ഇല്ലേ? പിന്നെ പേഴ്സും ഉണ്ട്. എന്നാലും ഓട്ടോ ഇവിടെ ഇല്ലല്ലോടാ. അതിനടാ ദൈവമേടാ, സാധനം. ഇതെല്ലാടാ നമ്മുടെ അടുത്തോട്ട് വരുന്നേ. എൻ്റെ അമ്മയുടെ മോനൊന്നും അല്ല, അത് മാറിയിരിക്കാൻ പറ. എടോ ഓടാ. ദൈവമേ, പുറകെ പ്രേതം പിടിക്കാൻ വരുന്നേ. ഞങ്ങൾ ഓടി രക്ഷപ്പെടുകയാണ്. അയ്യോ അയ്യോ, കാണല്ലേ, ചുവന്ന മനുഷ്യനാ? ആ, ചുവന്ന മനുഷ്യൻ, നോക്ക്. അയ്യോ, ഇതെന്ത് സാധനം? എന്ത് സംഭവം? ഓടാ ഷിൻചാനെ. ഞാൻ കണ്ടപ്പോഴേ ഓടി. അപ്പോളാ അത് പോയോ? പോയോ? പോയിന്ന് തോന്നടാ. അയ്യോ ഗൈസ്, നമ്മൾ കുറേ നേരമായിട്ട് ഇതിൽ നടക്കുവോ. ട്രെയിൻ പോകുന്നുണ്ട്. ഇതിന് മണ്ടയിലായിപ്പോ. അല്ലായിരുന്നെങ്കിൽ ട്രെയിനിൽ വലിയ തൂങ്ങിയാണെങ്കിലും വീട്ടിൽ എത്തായിരുന്നു. ടീറ്റി പിടിച്ചാൽ എന്ത് ചെയ്യും? കാശടക്കണം. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇവിടെ വല്ല ഓട്ടോയും കിട്ടുമോയെന്ന് അറിയാനാ. ഈ വഴിയിലോ? എനിക്കറിയത്തില്ല. എത്ര വഴിയിലിപ്പോൾ ഇങ്ങനത്തെ ഓട്ടോ ഒക്കെ വരുന്നുണ്ട്, എനിക്കും അറിയത്തില്ല. ഇവിടെ ഷിൻചാനൊന്ന് അനങ്ങി നടക്കുവോ? പിന്നെ എനിക്ക് ഒന്നാമത്തെ വയ്യ. ആടോ, ഓട്ടോ വരുന്നുണ്ട്. ഭാഗ്യം. ഇനി ഓട്ടോയ്ക്കകത്ത് പ്രേതന്മാരും ഉണ്ടല്ലോ. വാഴച്ച് മിണ്ടായിരിടാ. ഒരു ഓട്ടോ. ഈ ഓട്ടോക്കാരനെ കൊണ്ട് നമുക്ക് അടുത്തോട്ട് ചെന്നിട്ട് ചോദിക്കാം എന്തായാലും ഇങ്ങേരോട്. ഇങ്ങനെ ചേട്ടാ, നമ്മുടെ ഫ്രാങ്കിലിനെ അറിയാവോ? എന്നെ അറിയോ? എന്നെ അറിയോ? നീ ഒരു വിജയോ?
ആരാണേലും എന്നെ അറിയാവോ? ഞങ്ങൾ മറ്റേ എൻ്റെ വീടിൻ്റെ വരുന്നായിരുന്നു. ആ ആ വീട്ടിൽ ഒന്ന് കൊണ്ടുവന്ന് വിടാവോ സാർ? ഓ കേറൂ. അതെന്റെ ബ്രേക്കിംഗ് സൗണ്ട്. എന്താ വരികടാ, കയറാം. വേഗം കേറ്, പെട്ടെന്ന് പോടാ. ഇങ്ങനെ എന്താ ചിരിക്കുന്നേ? ചിഞ്ചാനെ കേറാ. അവിടെ ഇരിക്കാത്ത കേർക്കാം വേഗോ. എടാ ചിഞ്ചാനെ കേറ്. ഫാമിലി എനിക്ക് കണ്ടിട്ട് പേടിയാവുന്നടാ. എടാ ഞാൻ സത്യം പറയുന്നത് ചുമ്മാ പറയില്ല, സത്യമായിട്ട് എനിക്ക് പേടിയാവുന്നുണ്ട്. ഈ സമയത്ത് എവിടെയാ ഫാമിലി? ഇവിടെ ഓട്ടോ. എടാ വായിച്ച് മിണ്ടായിരടാ, ഈ ഓട്ടോയിലും കിട്ടിയ ഭാഗ്യം. ഇങ്ങനെയൊക്കെ നോക്കിക്കേ, എനിക്ക് കണ്ടിട്ട് തോന്നുന്നില്ല ഫാമിലി ഇത് പ്രേതമാണെന്ന്. എനിക്ക് പേടിയാ, ഇവന്മാർ നമ്മളെ കൊന്നിട്ടു. അത്ഭുത ദ്വീപ് സിനിമയിലെ പോലെ ഇവന്മാരെ നരഭോജികളാണോ? മിണ്ടായിരടാ ചിഞ്ചാനെ, എടാ അവൻ്റെ കോമഡി. എനിക്ക് വിശക്കുന്നു. നിങ്ങൾക്ക് വിശക്കുന്നെങ്കിൽ വല്ല ഹോട്ടലിൽ പോയി വല്ലതും കഴിക്കുക. എനിക്ക് ചോര വേണം. ചോര പിടിക്കാൻ നിങ്ങളൊരു രക്ഷയാ? അതെ, അയ്യാ ഞങ്ങളും. ഓരോരുത്തന്മാര് പ്രാങ്കുമായിട്ട് ഇറങ്ങിക്കോളൂ. അതെ അതെ അതെ, ഇത് പ്രാങ്ക് തന്നെയല്ലേ? അറിയത്തില്ല എനിക്ക് പ്രാങ്ക്. യക്ഷി, യക്ഷികൾ എന്തിനാ യക്ഷികളെ കണ്ട് പേടിക്കുന്നേ? പ്രാണല്ലേ എനിക്ക് പേടിയാവുന്നു. ഇറങ്ങി ഓടറാ, ഇതിന്ന് എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. എനിക്കും ചാടാ ചിഞ്ചാനെ. കറക്റ്റ് ലാൻഡിങ്ങടാ, ഒരു കുഴപ്പവും പറ്റിയില്ല. നീൻ്റെ പുറത്ത് അങ്ങനെ തന്നെ ഇരുന്ന കേട്ടോ. ആ സംഭവം ഉണ്ടായിരുന്നത് നന്നായി. നിന്നെ ഞാൻ മുറുകെ കെട്ടിയിട്ടുണ്ട്, നീ പേടിക്കണ്ട. ഗൈസ് ഇതെന്താ സംഭവം? എനിക്ക് പേടിയാവുന്നു. ആ സാധനം എന്തുവായിരുന്നു? എന്തോ ഒരു അസ്ഥികൂടം പോലത്തെ ഒരു സാധനം. അത് ഓട്ടോ ഓടിക്കുമായിരുന്നു. ഇവൻ പറഞ്ഞപ്പോൾ കേട്ടാൽ മതിയായിരുന്നു. ഞാൻ പറഞ്ഞല്ലായിരുന്നോ കേട്ടാൽ മതിയെന്ന്? ഇതെന്താണ് ചിഞ്ചാനെ? എനിക്കറിയത്തില്ല, നമുക്ക് നോക്കാം. ആ ശരിയാ. എടാ ഫ്രാങ്കലി, ഇത് ബോട്ടാണോ? ബോട്ടാണോ പൊട്ടാണിക്കാണോ എന്നറിയത്തില്ല. ചളി അടിച്ചാലാ. എടാ ഈ ബോർഡൊന്നും വർക്കിംഗ് അല്ലടാ. അല്ലേ? അല്ലടാ. പിന്നെ എന്ത് തേങ്ങ അവിടെ വെച്ചേക്കുന്നേ? എനിക്ക് പേടിയാവുന്നുണ്ട് ചിഞ്ചാനെ, എനിക്ക് നേരത്തെ പേടിയാവുന്നുണ്ട്. പൈസ ഇല്ല, ഞങ്ങൾ എങ്ങോട്ട് പോവും? ഇവിടെ വല്ലതും മറ്റേ കൂടെ ഈ ഏരിയ. ഞാനിവരെ പേടിപ്പിക്കാൻ ചുമ്മാ ഒരു കഥ പറഞ്ഞ ഞാൻ അറിഞ്ഞ ഇത് ഒറിജിനലായിരിക്കുമെന്ന്. ദൈവമേ എനിക്ക് പേടിയാവുന്നു ചിഞ്ചാനെ. എടാ എടാ അവിടെ ഒരു സംഭവം കാണുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയാലോ? എവിടെ? അതെന്തോ റിസോർട്ടോ അല്ല, റിസോർട്ട് പോട്ടെ, എന്തോ വില്ലയാന്ന് തോന്നുന്നു. നമുക്ക് അങ്ങോട്ട് പോവാം. വില്ലയോ? ആടാ അതെ, അവിടെ ലൈറ്റൊക്കെ ഉണ്ടല്ലേ? ലൈറ്റൊക്കെ കാണുന്നുണ്ട്. നമുക്കൊന്ന് പോയി നോക്കിയാലോ? നോക്കിക്കേ. എടാ ഇത് കണ്ടിട്ട് ശരി, ഇതെനിക്ക് കണ്ടിട്ട് വില്ലയാണെന്ന് തോന്നുന്നില്ല. നമുക്ക് പതുങ്ങിയിരിക്കാം. നോക്കട്ടെ അതിൻ്റെ സംഭവം. ഇവിടെ കയറാനുള്ള സംഭവമൊക്കെ ഉണ്ടല്ലോ. ഈ പർപ്പിൾ സാധനത്തിൽ നിന്നാലേ നമുക്ക് കയറാൻ പറ്റുമെന്ന് തോന്നുന്നേ. ഓക്കെ, കയറി നോക്കാം. പൈസ ഇതെന്തോ സംഭവം? ഞാനിങ്ങോട്ട് കയറിയപ്പോൾ തൊട്ട് എന്തോ ഒരു ബീജിയം കേൾക്കുമായിരുന്നു. ഇവിടെ എന്തൊക്കെയോ ഉണ്ടല്ലോ ഗൈസ്. എന്നാലും ഇതെന്താ സംഭവം? എനിക്ക് ക്ലിയർ ആയിട്ട് അങ്ങോട്ട് മനസ്സിലാവുന്നുമില്ല. ഇതെന്താ ടൊബാക്കോ ഫാക്ടറിയോ? കുറേ ഇതുകൂടെ സംഭവമൊക്കെ ഇരിപ്പുണ്ടല്ലോ. നമുക്കിവിടെ ഒളിച്ച് വയ്ക്കാം. എടാ ഷിൻജാനെ, ആ പ്രാങ്ങളെ, ഞാൻ മുന്നിൽ നോക്കാം, നീ പിന്നിൽ നോക്കാം. ആ ഓക്കെ. ഇതെന്താ സംഭവം? ഇതെന്നാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഇതെന്ത് ഡോറാണോ? എനിക്ക് ഇത് ഡോറല്ലെന്ന് തോന്നുന്നു. ഗൈസ് ക്ലോക്ക്. ദൈവമേ, സമയം തെറ്റെന്ന് തോന്നുന്നു. ദൈവമേ ഇതെന്താ സംഭവം? ഇതൊരു കിണറാ? എന്തെന്താ ഒരു ഗപ്പി കുഞ്ഞുങ്ങളെ വളർത്തുന്നു? ഗപ്പിയാ? ശരിയാണല്ലോ. എടാ ഷിൻജാനെ, ഇതിൻ്റെ അകത്ത് വേറെ എന്തൊക്കെയോ ഉണ്ടോ? എനിക്ക് പേടിയാവുന്നടാ. എനിക്കും പേടിയാവുന്നു. ഈ മരമൊക്കെ ആടുന്നുണ്ടല്ലോ.
മരത്തിന് ആടാൻ തോന്നിണ്ടായിരിക്കും. ചളി അടിക്കരുത്, നമുക്കിവിടെ നോക്കാം. അയ്യോ എടോ, എന്താ അത്? മറ്റേ സാധനമല്ലേ? എന്ത്? എന്തുവാ ഇതിന്റെ പേരറിയാം. മറ്റേ ചക്കിയുടെ ഓള്. അയ്യോ പ്രേതം! തേണ്ട ആ സാധനം. അയ്യോ എടോ, ഒളിക്കൂടെ ചിഞ്ചോനെ. അയ്യോ ഫ്രാങ്ക്ലി, എടാ പ്രേതോടത്. അതിന്റെ പാവയില്ലേത്? പാവയാണെങ്കിൽ ആ സംഭവം അതല്ലേ? അമ്മച്ചാ, അയ്യോ അത് വന്നേ. അയ്യോ എനിക്ക് പേടിയാവുന്നതോ. എനിക്ക് പേടിയാവുന്നു ഫ്രാങ്ക്ലി. ഓട് എടാ, ഓടാ, ഇവൻ എന്നെ കൊണ്ടേ പോവും. ഓ മൈ ഗോഡ്. എടാ ചിഞ്ചാനെ. എന്താടാ കാച്ചി? എൻ്റെ ഒറിജിനൽ പേര് വിളിക്കാത്ത ഫ്രാങ്ക്ലിന്ന് വിളിയടാ. ഇവിടെ ആരാ അത്താഴം കളിക്കുന്നത്? എനിക്കറിയത്തില്ല. എന്താ മനുഷ്യന്റെ തല? അയ്യോ ഓടിക്കോടാ ചിഞ്ചാനെ. എനിക്ക് പേടിയാവുന്നടാ ചിഞ്ചാനെ. ഒന്നുമില്ല. നീ എന്തിനാ പേടിക്കുമ്പോ ചിരിക്കുന്നേ? നിനക്കെൻ്റെ പേടിയുണ്ട് ചിരിയായിട്ടാണ് തോന്നുന്നത്. തോന്നുമെങ്കിൽ എൻ്റെ കുഴപ്പമില്ലാതെ അങ്ങനെയായിരിക്കും. വാടാ ചിഞ്ചാനെ. ഫ്രാങ്കിൽ എന്തോ നടക്കുന്ന പോലത്തെ സൗണ്ടില്ലേ? നടക്കുന്ന പോലത്തെയോ? ആ, എന്തോ സാധനം എടുത്തോണ്ട് വരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇനി ആ പാവയാണോ? അറിയത്തില്ല, നീ നോക്കി നോക്ക്. എനിക്കും അറിയത്തില്ല. എടാ ചിഞ്ചാനെ, ശരിയാടാ, ആ സൗണ്ട് വരുന്നുണ്ടോ? ഫ്രാങ്കിലെ ഞാൻ കണ്ട്. തീണ്ടാ പാവം നമ്മുടെ അടുത്തോട്ട് വരുന്നു. എടാ നമുക്ക് നൈസായിട്ട് ഇവിടെ നിന്ന് എസ്കേപ്പ് അടിക്കാം കേട്ടോ. അത് കണ്ടാ നമ്മളെ? കണ്ടാ അതേ വരുന്നു. അയ്യ എനിക്ക് പേടിയാവുന്നടാ ചിഞ്ചാനെ. നീ ഇതേ പറഞ്ഞോണ്ടിരുന്ന കാര്യമില്ല, നമുക്ക് ഇവിടുത്തെ രക്ഷപ്പെടണ്ടേ? എടാ എനിക്ക് ഇങ്ങോട്ട് കേറാൻ പറ്റുന്നില്ലടാ. ദൈവമേ, കേറിപ്പോ. കേറി ഒരു നിർത്തി, രക്ഷപ്പെട്ടു. ഇതെന്താ? ഇതെന്താ സ്കിബിഡി ടോയ്ലറ്റാ? ഇതെന്താ ഇങ്ങനെ ഒരു സൗണ്ട്? എനിക്കറിയത്തില്ല. പിന്നെ എനിക്കറിയോ? എടാ ചിഞ്ചാനെ, ഇത് ശരിക്കും ക്രീപ്പിയാ പ്രാണല്ലേ? എടാ എനിക്ക് പേടിയാവുന്നടാ. എന്തേലും ചെയ്യടാ. നമുക്കിവിടുന്ന് എങ്ങനെയും രക്ഷപ്പെട്ട കഴിയൂ. ഓട്ടോക്കകത്തിരുന്ന പ്രേതം. അവസാനം വരുന്നു. ഒരു വഴിയേ ഉള്ളൂ ഇനി. എന്താ? ടോർച്ച് വെച്ച് അതിൻ്റെ തലക്കടിച്ചു കൊല്ലാം. ഒരിക്കൽ മരിച്ചിട്ടല്ലേ പ്രേതാവുന്നേ? ഒന്നും കൂടെ കൊല്ലാം. അതേ ഉള്ളു വഴി. ഇതെന്താ അനങ്ങാൻ വയ്ക്കുന്നേ? ശരിയുള്ള കേസ്, ഈ പ്രേതം എന്താ അനങ്ങാൻ വയ്ക്കുന്നേ? എടാ ചിഞ്ചാനെ, ഇറങ്ങി ഓടാടാ. ഓടാനോ? പിന്നല്ലാതെ. ചെകുത്താൻ്റെ കടലിനെ നടുക്ക് വിട്ട പോലെ ആയല്ലോ മണ്ടയിൽ ആ പണ്ടാര പ്രേതം. ഇവിടെയാണ് ആ ചക്കിയുടെ ഓട്. എടാ നമ്മളെന്ത് ചെയ്യൂടാ? എനിക്കറിയത്തില്ല, ഇറങ്ങി ഓടാ. എടാ ആ ചക്കിയുടെ ഓള് പോയടാ. ഇതെന്ത് സാധനം? എനിക്കറിയത്തില്ല. ഇവിടെ ഒളിച്ചിരിക്കാം. ദൈവമേ, നമുക്കിവിടെ എങ്ങനെ നിൽക്കാടാ ചിഞ്ചാനെ? ഈ പ്രേതത്തിൻ്റെ നടുക്കോ? എനിക്കറിയത്തില്ല. ഇതെന്താ സംഭവിച്ച? എനിക്കറിയത്തില്ല. ദേ പിന്നെ എടാ പ്രേതത്തിൻ്റെ കയ്യിൽ എന്നാ തിരിപ്പുണ്ടാ? ദേ ഒരു കുപ്പിക്കകത്ത് ബ്ലഡോ? അത് നമ്മളെ വെട്ടിക്കൊല്ലാൻ വരുമോ? എനിക്കൊന്ന് ദേണ്ടോ സാധനം നിൽക്കുന്നു. എനിക്ക് പേടിയാവുന്ന പ്രാങ്ങളെ. എന്നെ രക്ഷിക്കും പ്രാങ്ങളെ. എടാ നിന്നെ ഞാൻ എങ്ങനെ രക്ഷിക്കൂടാ? ഞാൻ എന്നെ എങ്ങനെ രക്ഷിക്കുമെന്ന് ആലോചിച്ചോണ്ടിരിക്കോ. ശരിയടാ ചിഞ്ചാനെ, ഞാൻ നിന്നെ രക്ഷിക്കാം. ഓക്കെ. എടാ ഇതിൻ്റെ പുറത്തോട്ടുള്ള വഴി കണ്ടുവച്ചാലും നമുക്ക് അങ്ങോട്ട് എത്തത്തില്ല. ശരിയാ, ലൂപ്പ് പോലെ. ഇനി ഇതാണ് വഴി. അറിയത്തില്ല എനിക്ക്. നോക്കാം, ഓടിക്കോ പ്രാണില്ല, അത് പറയുന്നുണ്ട്. ദൈവം, പോയത് കൈസ് പോയെന്ന് തോന്നുന്നു. പോടാ ചിഞ്ചാനെ, രക്ഷപ്പെട്ടു. പോയല്ലേ? ആടാ, ഇന്ന് നമുക്ക് നൈസായിട്ട് ഇറങ്ങി പോയാലോ? ആടാ, പണ്ടാരം പോയിട്ടുണ്ട്. ഇന്ന് നമുക്ക് നൈസായിട്ട് ഇറങ്ങി പോവാം. ശരിയാ, ദേണ്ടാ അത് ഓടിപ്പോന്ന്. ആ പടം നമ്മളെ കണ്ടില്ല. സത്യം,
ഒളിച്ചിരുന്ന് നന്നായി. നീ എങ്ങോട്ട് പോവാ? ഇതിനെ വഴിയുണ്ടോ മണ്ടലോട്ടോ? മണ്ടലോട്ട് നീ പോകാൻ പറ്റുന്നില്ല. നമുക്കിവിടെ ഒളിച്ചിരിക്കാം. നീ എന്താണ് അതിൻ്റെ കൂടെ സാറ്റ് കളിക്കാൻ പോകുന്നത്? സാറ്റോ? ഒന്ന് പോടാ ചിഞ്ചാനെ. എടാ അത് പോയടാ. ദേ ആ അതിങ്ങോട്ട് വരുമോയെന്ന് അറിയത്തില്ല. എൻ്റെ 2-3 സ്റ്റിക്കി ബോംബ് ഇരിപ്പുണ്ട്. നല്ല കാര്യം അറിഞ്ഞത്. അതിൻ്റെ അണ്ണാക്കി തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കത് പൊട്ടിക്കാന്നതിൽ വേണ്ട. ആ സാധനം പോന്ന് ആക്ടിവേറ്റ്. പൊട്ടിത്തേ. ആ സാധനം ചത്തുപോയേ. ഗൈസ് അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ ഒരുക്കി ചത്ത പ്രേതമായ പ്രേതത്തിന് തലി കൊന്നിട്ടുണ്ട് ഗൈസ്. എടാ വാട ചിഞ്ചാനി, നമുക്ക് ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങാം. എങ്ങനെയാ ഇറങ്ങും? അത് ഇത് കണ്ടിട്ട് ദൈവമേ എന്നാ ആടോ ഈ സാധനം. വാട ചിഞ്ചാനെ നമുക്കും പോവാം. എന്തായാലും ഇതിനെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. വാ ഗൈസ്. എന്നാലും ഒന്നൊന്നര സംഭവമായിരുന്നു. ഇവിടെ ഒരു പ്രേതം ഉള്ളതെന്നാണ് എൻ്റെ അറിവ്. നീ എന്താ ഇവിടെ വന്നിട്ടുണ്ടോ? ഇപ്പോൾ ഒന്നുമില്ലടാ ചിഞ്ചാനെ. നീ ആദ്യം കണ്ണീര് പറിക്കടാ. എന്തിന് കണ്ണുനീർ തുടയ്ക്കൂന്ന്? അങ്ങനെ പറ ഫ്രാങ്ക്ലിനെ. നമ്മളിതിപ്പോൾ എവിടെയാ? എനിക്കറിയത്തില്ല. എടാ ഞാനിത് വീണ്ടും വീണ്ടും ലൂപ്പിലോട്ട് പോവാ. ശരിയാ. ദൈവമേ നമ്മളിത് പെട്ടുപോയല്ലോടാ. ഇതിന് ഗ്രാനി പോലെയാണെങ്കിലോ? എനിക്ക് മനസ്സിലായില്ല. ഗ്രാനി അറിയില്ല. അതെന്താ സാധനം? എനിക്കറിയത്തില്ല. നമുക്കൊരു മുറി കയറി നോക്കാം ഗൈസ്. നമുക്കിവിടെ ഒളിച്ചിരിക്കാം. അയ്യോ ഒരു വില്ല വന്ന് കുടുങ്ങിപ്പോയി. ഇതെന്ത്? ജോക്കറിൻ്റെ തലയും സ്ലെൻഡർമാൻ്റെ ശരീരം. എന്ത് സാധനം? അറിയത്തില്ല. ഇവിടെ എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കിക്കേ. തേണ്ടാ ജോക്കറിൻ്റെ തലയും മറ്റേ സ്ലെൻഡറിൻ്റെ ഉടലുമുള്ള സാധനം. ഓടിക്കാ ചിഞ്ചാനെ. നമുക്ക് എക്സിറ്റ് കിട്ടി. ചാടാൻ ഇവിടെ ഒരു സെക്കൻഡ്. അത് പോയോ? എടാ വേറെ വഴിയില്ല. എനിക്ക് ഓ മൈ ഗോഡ്. ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ ഗൈസ്? ഓ മൈ ഗോഡ്. നീ എന്തിനാ നമുക്ക് അതുവഴി ചാടി രക്ഷപ്പെട്ടാലോ? രക്ഷപ്പെടാനോ? ആന്നേ ഫ്രാങ്കിലെ ചാടറാ. ശരിയടാ ചിഞ്ചാനെ. നമുക്ക് എന്തെങ്കിലും പറ്റിയാലും കുഴപ്പമില്ല. ശരിയാ. ജീവിക്കാൻ വേണ്ടി മരിക്കാൻ പോയി നമ്മൾ തയ്യാറാ. ആ സാധനം എന്തിടാ? എനിക്കറിയത്തില്ല. വേറൊരു സാധനം. ഓടിക്കാ. ദൈവമേ ഇതെന്താ സംഭവം? അതുവഴി ഓട്ടപ്പോയായിരുന്നോ ഫ്രാങ്കിലെ? എനിക്ക് പേടിയാവുന്നതാണ് ചിഞ്ചാനെ. ഇത് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പുറത്തോട്ടെടുത്തോ? അതില്ല. എടാ ഒരു നീല ലൈറ്റ്. ഇതുള്ളാലോ. വീണ്ടും നമ്മൾ തുടങ്ങിയെടുത്തെത്തിയോ? എനിക്കറിയത്തില്ല. എടാ പക്ഷേ ആ ലൈറ്റ് എടാ ഇതുവഴി മണ്ട കയറിയാൽ നമുക്ക് എക്സിറ്റ് കിട്ടുമെന്ന് തോന്നുന്നു. അതെന്താ? നമ്മൾ കയറിയിട്ടില്ല. എന്നാ നീ കയറി നോക്ക്. എടാ ഫ്രാങ്കിലെ സാധനം ആ ജോക്കറിൻ്റെ അതന്നെ. ദൈവമേ. എടാ ഫ്രാങ്കിലെ നീ കൊള്ളാലോ. എനിക്ക് അവിടുന്ന് കിട്ടി ചുറ്റിക്ക. ഇതെടുക്കാനാണോ നീ പോയേ? ഇത് വെച്ച് അടിച്ചു പൊട്ടിക്കാം. ഇതെന്തോ പുഷ്പയുടെ ഓടാലിയാണോ? അതെന്താ 2-3 വെട്ടൊക്കെ ഉണ്ട്. അല്ല മറ്റേ വൈൽഡ് ഫയർ. ഓ മൈ ഗോഡ്. ഇത് പൊട്ടിയില്ലേ? ഇല്ലടാ. പൊട്ടടാ ഒന്ന്. എടാ വലിയ കയറി. എൻ്റെ പഠിച്ചവനെ നിങ്ങൾ കാത്തോളി. ഒന്നും പറ്റിയിട്ടില്ല. നമ്മൾ രക്ഷപ്പെട്ടു. ഇതെന്താ സംഭവം? ദേവണ്ടൊരു കാറ് കിടക്കുന്നു. ദൈവഭാഗ്യം ആരോ കൊണ്ടുവന്നിട്ട്. ഇതെന്താ? എവിടെയാ എത്തി ഫ്രാങ്കിലെ? പക്ഷെ പുറത്തോട്ട് എത്തിയിട്ടുണ്ട്. ഭാഗ്യം. പെട്ടെന്ന് വാ, നമുക്ക് ഈ വണ്ടി കയറി രക്ഷപ്പെടാം. ശരിയാ. ഇനി ഇവിടെ നിൽക്കണ്ട. നമ്മൾ ഇനി വേറെ വല്ല പ്രേതം വരുന്നതെന്ന് മുമ്പേ നമുക്ക് ഓടാം. രക്ഷപ്പെട്ടു ഗൈസ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് മാൻകുട്ടി നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മളിതുപോലെ വളരെ കഷ്ടപ്പെട്ടാണ് ഈ വീഡിയോ ഇടുന്ന. റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര കഷ്ടപ്പാടാണ്. ഫ്രാങ്കിലെ ഈ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നീ കണ്ടോ? ഇല്ല. ഡേഞ്ചർ. ഡോറാക്കാറോ? ദൈവമേ നമ്മളീ കാർ. ദൈവമേ പുതിയ ഓഡിയൻസിന് എന്നെ അറിയത്തില്ലായിരിക്കും. പക്ഷേ ഞാൻ താണ്ട തലൈവാ. ഇങ്ങനൊരു കാറുണ്ടായിരുന്നു. ഡോറ എന്ന് പറഞ്ഞ തമിഴ് സിനിമയ്ക്കകത്തുള്ള അതേ ആത്മാവ് കൂടിയ കാറ്. ആ കാറാണ് ഞാൻ. ആ കാറായ ഞാൻ നിങ്ങളെ ഇട്ട് വട്ടം കറപ്പിച്ചിട്ടുണ്ട്. അപ്പം വട്ടം കടക്കൽ
തുടരും. ദൈവമേ ഗൈസ്, ഞങ്ങൾ എന്തായാലും ചാവാൻ പോവാ. അപ്പം നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ്. നമ്മൾ ചത്തില്ലേ വീണ്ടും കാണാം ഗൈസ്. ഈ കാറ് നമ്മളെ ഇടിപ്പിച്ച് കൊല്ലും മിക്കവാറും ചിഞ്ചാനെ കൺട്രോൾ പോയി. സബ്സ്ക്രൈബ്.